DJ Moral Stories. ഹഗീസ് ഇടുന്ന സക്കാളത്തി. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നു കാണും വീണ്ടും. മോനിക, oh my darling മോനിക. രാഹുലും മോണികയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവരുടെ റൊമാൻറ്റിക് മാരീഡ് ലൈഫ് ജീവിച്ചു വന്നു. പക്ഷേ ഒരു ദിവസം മോണികയുടെ അമ്മായിയമ്മ ഷീല ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളുടെ പേര് ഊർവശി. ഇവൾ ആരാണെന്നറിയോ? ഇവളാണ് ഉർവശി. നമ്മുടെ അടുത്ത വീട്ടിലെ ബീനയുടെ മോളാണ്. ബീനയും മനോഹരനും അവരുടെ ഗ്രാമത്തിൽ പോയിരിക്കുകയാണ്. അവര് വരാൻ 4 മാസമാകും. പിന്നെ ഉർവശിക്ക് 2 മാസത്തിൽ കോളേജ് തുറന്നു കോളേജിൽ പോണം. അതുകൊണ്ടാണ് അവർ ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഉർവശി ഇനി എന്നും നമ്മുടെ കൂടെയാണ് ഉള്ളത്. ഹലോ രാഹുൽ, ഇനി മുതൽ നിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലിയും കൊടുക്കാതെ ഞാൻ ഒരു സ്ഥലത്ത് ഇരുത്താൻ പോവുകയാണ്. എന്ത്? ആഹാ, പേടിച്ചു പോയോ? ഞാൻ വെറുതെ നിന്റെ അടുത്ത് കളി പറഞ്ഞതാ. മോണികയ്ക്ക് ഊർവശിയുടെ പ്രവൃത്തിയും വാക്കുകളും ഒന്നും ഇഷ്ടമായില്ല. അവൾ എപ്പോഴും രാഹുലിനെ ചുറ്റി വന്ന് അവനോടൊപ്പം ഇരിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. മോനിക ഡാർലിംഗ്, പെട്ടെന്ന് ടവലൊന്ന് എനിക്ക് എടുത്ത് തന്നേ, ഇല്ലെങ്കിൽ ഞാൻ ഈ ബാത്റൂമിൽ നിന്ന് അങ്ങനെ തന്നെ പുറത്തോട്ട് വന്നേക്കും. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ? ഒന്ന് തന്നേ. അപ്പോഴാണ് മോണികയ്ക്ക് പകരം അവിടേക്ക് ഊർവശി വന്ന് രാഹുലിന് ടവൽ നൽകിയത്. പിന്നെ ഇതെല്ലാം മോണിക നോക്കിക്കൊണ്ടു നിന്നു. പിന്നെ മോണികയ്ക്ക് ദേഷ്യം വന്നു. മോണികയെ വിളിച്ചു കൊണ്ടുവന്ന് അവളെ വഴക്കു പറഞ്ഞു. നോക്കുർവശി, ഞാനിത് അവസാനമായി പറയണം, ഓർത്തോ? നീ നിന്റെ സ്ഥാനം മറക്കണ്ട. ആവശ്യമില്ലാതെ എന്റെ ഭർത്താവിനോട് അടുക്കാൻ നോക്കണ്ട. നീ മര്യാദയ്ക്ക് അങ്ങേരുടെ അടുത്തൊന്ന് മാറി നടന്നോ. നീ കാരണം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ, ആ നിമിഷം ഞാൻ നിന്നെ ഇവിടെ അടിച്ച് പുറത്താക്കും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നീ എന്താ ചെയ്യണമെന്ന് വിചാരിക്കുന്നോ? നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളൂ മോണിക്ക. ഞാൻ നിന്റെ ഭർത്താവിനെ എന്റെ പുറത്തു നിന്ന് പാരാതെ വെക്കാൻ പോകുന്നത് നീ കണ്ടോളൂ. എന്താന്ന് വെച്ചാൽ എനിക്ക് രാഹുലിനെ ആദ്യം മുതലേ വളരെ ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം ഞാൻ ഒരിക്കലും വിട്ട് കളയുകയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഊർവശി അവിടെ നിന്നും പോയി. മോണികയുടെ ദേഷ്യം വീണ്ടും അധികമായി. ഇപ്പോൾ അവൾ ഊർവശിയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും തുരത്തണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവൾ നോട്ടീസ് ചെയ്തു. അതായത് ഊർവശി ദിവസവും 10 പ്രാവശ്യമെങ്കിലും ബാത്റൂമിലേക്ക് പോകുന്നു, ടോയ്ലറ്റും പോകുന്നു. ഈ ഉർവശി ദിവസത്തില് ഒരു 10 പ്രാവശ്യമെങ്കിലും ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. അവൾക്കെന്തോ ദഹന പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പോകുന്നേ. വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കുമല്ലോ ബാത്റൂമിൽ പോകുന്നേ. ഐഡിയ ഇനി കാണിച്ചു കൊടുക്കാം ഉർവശിയെ. നിന്റെ ഈ ടോയ്ലറ്റിന്റെ പ്രശ്നമുണ്ടല്ലോ, എനിക്ക് ഉപകാരപ്രദമായി ഞാൻ ഉപയോഗിച്ച് നിന്നെ എങ്ങനെ ഇവിടെ ഓടിക്കുന്നു കണ്ടോ നീ? ഊർവശി വീണ്ടും ടോയ്ലറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ വെളുത്ത നിറത്തിൽ സാരി ഉടുത്ത ഒരു പ്രേതമുണ്ടായിരുന്നു. അത് തന്റെ മുഖത്തെ വെളുത്ത സാരി കൊണ്ട് മൂടി വെച്ചിരുന്നു. ആ പ്രേതം മറ്റാരുമല്ല, അത് മോണികയാണ്. പക്ഷെ ഊർവശിക്ക് അതാരാണെന്ന് മനസ്സിലായില്ല. അത് കണ്ടിട്ട് ഊർവശി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഇല്ല, പ്രേതം. എന്താടി ടോയ്ലറ്റ് ഉർവശി? അപ്പപ്പ നീ ടോയ്ലറ്റിൽ പോയി വരുന്നുണ്ടല്ലോ. എന്നാ ഇനി എങ്ങാനും നീ ഈ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് വന്നാലുണ്ടല്ലോ, നിന്റെ ജീവൻ ഞാൻ എടുക്കുമെന്ന് ഉറപ്പാ. ഇനി എങ്ങാനും നീ ഇവിടെ നിന്ന് പുറത്തു പോയി ആരോടെങ്കിലും എന്നെ കുറിച്ച് എങ്ങാനും പറഞ്ഞാ പിന്നെ നീ കണ്ടോ, എന്നേക്കാൾ മോശമായതായി പിന്നെ ഇവിടെ ഒന്നും കാണില്ല. അവിടെ വെച്ച് തന്നെ എന്റെ കുടലൂരി ഞാൻ മാലയാക്കിയിടും. ഇല്ല ഇല്ല, ഞാൻ തീർച്ചയായിട്ടും ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ആരോടും ഒന്നും പറയില്ല. അതായത് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ ടോയ്ലറ്റിൽ പോവാൻ കൂടെ ഈ ബാത്റൂമിലേക്ക് വരില്ല, ഉറപ്പായിട്ടും വരില്ല. ഊർവശി മിന്നലിന്റെ വേഗതയിൽ അയ്യോ വയ്യെന്ന് പറഞ്ഞ് അവിടെ എന്നും ഓടി. പിന്നെ ആ പേടിയിൽ അവൾ അങ്ങനെ ഡ്രസ്സിൽ ടോയ്ലറ്റ് പോയി. അയ്യോ ഇല്ല, എന്താ ഇത്? ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ടോയ്ലറ്റിന്റെ ഈ വൃത്തികിട്ട മണമുണ്ടല്ലോ, ഈ കെട്ടുപോയിട്ടുള്ള എയർ ഫ്രഷ്നർ പോലെ ഈ റൂമിൽ മുഴുവൻ പരന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവമേ, എന്തെങ്കിലും ചെയ്യൂ ഉർവശി, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഊർവശി വേഗം തന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് ഹഗീസ് വാങ്ങാനായി മെഡിക്കലിലേക്ക് ചെന്നു. ഇപ്പോൾ അവൾ ദിവസവും ഹഗീസ് അണിയുമായിരുന്നു. പിന്നെ തന്റെ വിധിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു.
എന്റെ അവസ്ഥ എങ്ങനെയായല്ലോ. ഒരു വയസ്സിന് വന്ന കുട്ടി ഹഗീസ് ഇടേണ്ട ഗതി വന്നല്ലോ. ഈ വീട്ടിലേക്ക് വന്ന എന്റെ കഥ മാറിയല്ലോ. ബാത്റൂമിലുള്ള ആ പ്രേതത്തിനെ പറ്റി എന്നെ കൊണ്ട് ആരോടും ഒന്നും പറയാനും പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ ധൈര്യത്തെ ഒരിക്കലും വിടില്ല. ഹഗീസ് ഇട്ടിട്ട് കൂടെ ഞാൻ ഈ വീട്ടിൽ എപ്പോഴും ഇരിക്കും. കാരണം എന്തൊക്കെ അവസ്ഥ വന്നാലും ഞാൻ വന്ന കാര്യം ഉറപ്പായിട്ട് നടക്കണം. എങ്ങനെയെങ്കിലും രാഹുലിനെ എന്റെ സ്വന്തമാക്കണം. മോണിക അവൾ സംസാരിക്കുന്നതെല്ലാം സ്ക്രീനിന് പുറകിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ തന്നോട് തന്നെ എന്തു പറഞ്ഞെന്നാൽ, നിന്നെ കൊണ്ടാവുന്നത് പോലെ നീ എന്ത് വേണമെങ്കിലും ചെയ്തു നോക്കിക്കോ. ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്നും എന്റെയും രാഹുലിന്റെയും ഇടയിലുള്ള പ്രണയത്തിൽ നിന്നും നിന്നെ അടിച്ച് പുറത്താക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോ നീ? അത് കഴിഞ്ഞ് നീ എന്തൊരു ഹഗ്ഗീസ് വേണമെങ്കിലും ഇട്ടോ. ഇപ്പോൾ ഊർവശി ഹഗ്ഗീസ് ഇട്ടുകൊണ്ട് വീട് ചുറ്റി വന്നു. ഒരു ദിവസം വീട്ടുജോലിക്കാരിയായ ജമുനാബായി ഒരു ദിവസം വീട്ടിലെ കുപ്പത്തൊട്ടിയിൽ യൂസ് ചെയ്ത ഹഗ്ഗീസ് കണ്ടു. എന്നാ കഷ്ടപ്പാടാ ഇത്. മാഡം ഷീലാമ്മ, അവരുടെ പേര് ഷീല എന്നാണല്ലോ. എന്നാലേ അവർക്ക് അവരുടെ വയസ്സിൽ ഇപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നെന്ന്. അതുകൊണ്ടാണോ നിങ്ങളിപ്പോ ഹഗ്ഗീസ് ഇട്ടോണ്ടിരിക്കുന്നേ? എന്നാലേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്യണമെങ്കിലേ എനിക്ക് എക്സ്ട്രാ ശമ്പളം കൂട്ടി കൊടുക്കണം. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ യമുനാബായി എന്തൊക്കെയാ ഈ പറയുന്നേ? രണ്ടടി അങ്ങോട്ട് ഇട്ട് തന്നാലുണ്ടല്ലോ എന്താവൂന്ന് എനിക്കേ അറിയില്ല. ഞാൻ ഹഗ്ഗീസും ഹുഗ്ഗീസും ഒന്നും ഉപയോഗിക്കുന്നവളല്ല. ആകാശത്ത് നിന്ന് ഹഗ്ഗീസ് വന്ന് കുപ്പത്തൊട്ടിയിൽ വീണൂന്നാ പറയുന്നേ. ഇനിയെങ്ങാനും ഈ ഉർവശി മഹാറാണിയാണോ ഇവിടെ ഹഗ്ഗീസ് ഉപയോഗിക്കുന്നത്? അയ്യോ, ഇതൊക്കെ എന്താ പറയുന്നേ? നിനക്കെന്താ വിവരമൊക്കെ കെട്ടുപോയോ മോണിക്ക? ഈ വയസ്സില് ഞാൻ എന്തിനാ ഹഗ്ഗീസ് യൂസ് ചെയ്യുന്നത്? നീ തന്നെ പറ. എന്താ ഇത്? ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് വഴക്കൂടുന്നത്. ഒരുപക്ഷെ അടുത്തുള്ള വീട്ടുകാർ പോലും അത് ചെയ്തിരിക്കാമല്ലോ. നല്ല കാര്യം ഉർവശി. അടുത്ത തവണ മുതല് നീ യൂസ് ചെയ്യുന്ന ഹഗ്ഗീസ് എല്ലാം എവിടെയെങ്കിലും ദൂരെ പോയി കളഞ്ഞിട്ട് വാ. ഇല്ലെങ്കിൽ വീണ്ടും നീ പിടിക്കപ്പെടുന്ന എനിക്ക് തോന്നുന്നേ. അതിനുശേഷം ഊർവശി താൻ ഉപയോഗിക്കുന്ന ഹഗ്ഗീസ് എല്ലാം കോളനിയിൽ നിന്നും ഒരുപാട് ദൂരെ ചെന്ന് വേറൊരു കുപ്പത്തൊട്ടിയിലിടും. ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഊർവശിയുടെ വയറ് നന്നായി കലക്കാൻ തുടങ്ങി. അയ്യോ അമ്മ! ഊർവശി ഹഗ്ഗീസ് തേടി. പക്ഷെ അവൾ തന്റെ അലമാര തുറന്നു നോക്കിയപ്പോൾ പാവം ആ അലമാരയിൽ അവൾ വെച്ചിരുന്ന ഹഗ്ഗീസ് പാക്കറ്റ് എല്ലാം തീർന്നുപോയി. അയ്യോ, എന്ത് കഷ്ടായത്. ഞാനിവിടെ സൂക്ഷിച്ചിരുന്ന ഹഗ്ഗീസ് എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഇപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് രാത്രി ആയിരിക്കാണ്. ഇപ്പൊ ഞാൻ ആ ബാത്റൂമിലേക്ക് പോകുന്നതല്ലാതെ എനിക്ക് വേറെ ഓപ്ഷനേ ഇന്നില്ല. ഊർവശി അല്പം ധൈര്യത്തോടെ ആ ബാത്റൂമിനകത്തേക്ക് ചെന്നു. അമ്മേ ഭഗവതി മഹാമായേ, എന്റെ കൂടെ ഉണ്ടാവണേ. അമ്മേ ഭഗവതി മഹാമായേ, നീ എന്റെ കൂടെ ഉണ്ടാവണേ. പക്ഷെ അവൾ നോക്കി. അവിടെ ബാത്റൂമിൽ ഒരു മൂലയിൽ ആ പ്രേതം അപ്പോഴും അവിടെ ഇരിക്കുകയായിരുന്നു. ഇല്ല, അവളുടെ ഹഗ്ഗീസ് എല്ലാം കാണാതാക്കിയത് ഞാൻ തന്നെ. എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്നെ ഭയന്ന് ഒരു ദിവസം ഉറപ്പായും അവൾ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോക്കൊള്ളും. ഇപ്പോൾ ഊർവശി ഹഗ്ഗീസ് അണിയുന്നത് കാരണം ആകെ വിഷമത്തിലായി. അതുകൊണ്ട് തെരുവിലുള്ള ഒരു ബാത്റൂമിൽ ചെന്ന് ടോയ്ലറ്റ് പോകാൻ തുടങ്ങി. ഒരു ദിവസം അവൾ തെരുവിലുള്ള ബാത്റൂമിൽ ചെന്ന് ടോയ്ലറ്റ് പോകുമ്പോൾ അപ്പോൾ അവൾ ബാത്റൂമിനകത്തു നിന്നും കതക് പൂട്ടിയിട്ടു. അപ്പോൾ പുറത്തു നിന്നുകൊണ്ടിരുന്ന മോണിക ആ കതകിനെ പുറത്തു നിന്നും തുറന്നുവിട്ടു. അത് ശരി, ചേച്ചി ഉള്ളിൽ ടോയ്ലറ്റിലാണല്ലേ. ഇപ്പോൾ ഉറപ്പായും ടോയ്ലറ്റിൽ പോയി ഹഗ്ഗീസ് എടുത്തിടും. അപ്പോഴാണല്ലോ പുറത്തുനിന്നുള്ള സ്ത്രീകൾ വരിക. അപ്പൊ പിന്നെ ഇവളുടെ കയ്യിലിരിപ്പ് കാണുമ്പോ ഇവളെ അവരൊക്കെ കൂടി നാണം കെടുത്തും. ഊർവശി ടോയ്ലറ്റ് ചെന്നതിന് ശേഷം ഹഗ്ഗീസ് അണിഞ്ഞു. അപ്പോഴാണ് ആ ഏരിയയിലുള്ള 3 പെണ്ണുങ്ങൾ അവിടേക്ക് വന്നത്. അപ്പോൾ അവർ 3 പേരും ഊർവശി ഹഗ്ഗീസ് ഇടുന്നത് കണ്ടിട്ട് അതിശയത്തോടെ നോക്കി നിന്നു. എന്നിട്ട് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അയ്യയ്യാ, ഇവളാ ബീനയുടെ മകളല്ലേ? ഇവള് ഹഗ്ഗീസ് ഇട്ടാണോ നടക്കുന്നേ? അതും എരുമമാട് വയസ്സായിട്ടുണ്ട്. അയ്യയ്യേ, നീ ഇങ്ങനൊരു പെണ്ണാണെന്ന് ഞാൻ കരുതിയില്ലല്ലോ ഉർവശി. കാണാൻ ഇത്ര ചന്തമുള്ള നീയ് നിന്റെ ഉള്ളിൽ ഇത്രയധികം പ്രശ്നമുണ്ടെന്ന് അറിയില്ലായിരുന്നല്ലോ. അതല്ലേ ഞാൻ കേട്ടോണ്ടിരുന്നത്. എന്താടാ ഇവളിങ്ങനെ രമോള തെരുവി കടന്ന് കുപ്പത്തൊട്ടിയിലെ എന്തോ കവറിനകത്ത് ഇട്ടോണ്ട് വന്നത് ഞാൻ കണ്ടു. എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അയ്യാ, അയ്യോ ഇല്ല ഇല്ല ആന്റി, ഞാൻ പറയുന്നത് കുറച്ച് കേൾക്കൂ. 3 പെണ്ണുങ്ങളും ചേർന്ന് എല്ലാ തെരുവുകളിലും ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അതായത് ഊർവശി ഹഗ്ഗീസ് അണിയുന്നുവെന്ന്. ഇപ്പോൾ എല്ലാവരും ഊർവശിയുടെ മുഖത്ത് നോക്കി അവളെ നന്നായി കളിയാക്കാൻ തുടങ്ങി.
ഇപ്പോൾ ഊർവശി ആരോടും തന്റെ മുഖം കാണിക്കാൻ പറ്റാത്തവളായി മാറി. ഇത് കണ്ടോ ഹഗ്ഗീസ് ഇട്ടിരിക്കുന്ന ഊർവശിയെ. അതേ ഉർവശി, പതുക്കെ നടന്നു പോണേ, അല്ലെങ്കിൽ നീ നിന്റെ ഹഗീസിലങ്ങ് പോയി കളയും. ഇല്ല, ഞാൻ ഒന്നിനും ഇല്ലാതെ ആയിപ്പോയി. എന്റെ മാനം ആ കാട്ടില് പറന്നു പോയി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സ്ഥലം വിട്ട് ഒരുപാട് ദൂരത്തേക്ക് പോകണം. എന്താ എനിക്കിനി ഇവിടെ ഇരിക്കാൻ കഴിയില്ല. ഊർവശി തന്റെ ബാഗും സഞ്ചിയുമൊക്കെ എടുത്തുകൊണ്ട് ആരോടും ഒന്നും പറയാതെ വേറൊരു സ്ഥലത്തേക്ക് ചെന്നു. മറുവശത്ത് മോണിക തന്റെ ഉദ്ദേശത്തിൽ ജയിച്ചു. വലിയ ആളായി വന്നത് എന്റെ ഭർത്താവിനെ അവളുടെ കയ്യിലാക്കാനായിട്ട് ഞാനങ്ങ് വിട്ടുകൊടുക്കുമെന്ന് കരുതിയോ?